നമസ്തേ. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമാ നടനാകാൻ ആഗ്രഹിക്കുന്ന, ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ സിനിമയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് സിനിമയിലെ വ്യക്തികൾ തന്നെ അതിനെതിരെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പരാതി നിലനിൽക്കുകയും ആ പരാതി അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് പുറത്തു വിടാൻ ആരും തയ്യാറല്ല. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പണ്ട് ബൈബിളിൽ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്തവർക്ക് എന്താണ് ഭയം? എന്തിനാണ് പേടി? ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നല്ലേ പറയേണ്ടത്. ഞാൻ തെറ്റുകാരനല്ല, അത് പുറത്തു വരുന്നതിൽ എനിക്ക് ഭയമില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ എല്ലാവരും പറയുന്നു അതിനുള്ളിൽ സ്വകാര്യത നിയമ ലംഘനം ഉണ്ടെന്ന്. ആയിക്കൊള്ളട്ടെ, സ്വകാര്യത നിയമ ലംഘനമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് സ്വകാര്യമായി പോയി പരാതി കൊടുത്തത്? അതിന് പരിഹാരമുണ്ടാക്കാനോ? നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി മോശമായ പരാമർശമോ മോശമായ പെരുമാറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ആ വ്യക്തിയെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇങ്ങനെയുള്ള കമ്മീഷൻ ഉണ്ടായതും അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടതും. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, എന്നിട്ട് ഇനി പരിഹാരമുണ്ടാക്കിയാൽ മതി എന്നാണിപ്പോൾ മുഴുവൻ ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പേടിയുള്ളവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ ആകില്ലേ? കാരണം ഇതിനെതിരെ പരാതിപ്പെട്ട ഒരു വ്യക്തി പോലും അല്ലെങ്കിൽ കമ്മീഷനിൽ റിപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തി പോലും വ്യക്തിപരമായി കേസ് കൊടുത്താൽ അത് അന്വേഷിക്കാം എന്ന് നമ്മുടെ വലിയ നിയമമന്ത്രി AK ബാലനും നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൂഷണം നേരിട്ട ഒരു സ്ത്രീ പോലും പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് നിങ്ങൾക്കതിൽ ഒരു ഉളുപ്പുമില്ല, ഒരു നാണവുമില്ല. നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ സമൂഹം അല്ലെങ്കിൽ WCC എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൂട്ടമല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ആ വ്യക്തികൾ ഒരിക്കലും സിനിമയിൽ വരരുത്. കാരണം ഇതിൻ്റെ പേരിൽ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ തിലകനെയും വിനയനെയും ഒക്കെ വിലക്കിയതാണ്. മധുസാറിനെ കൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ തിരികെ വാങ്ങിപ്പിച്ച് കൊടുത്ത ചില വ്യക്തികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മുതൽക്കൂട്ടാണ് അല്ലെങ്കിൽ ഒരു വളമാണ് നിങ്ങൾ പരാതിപ്പെടാതിരിക്കുന്നത്. കാരണം മധുസാറിനെ പോലെയൊക്കെയുള്ള എത്രയോ പ്രതിഭാധനരായ വ്യക്തിയെയൊക്കെ മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിലും വലിയ പാപം ഇല്ല. അതുപോലെ തിലകനെ പോലെയുള്ള മഹാനടന്മാർ, അതിൻ്റെ ഒന്നും 7 അയലോക്കത്ത് കെട്ടാൻ കൊള്ളില്ലാത്ത നടന്മാരും നടിമാരുമാണ് ഇന്ന് അഭിനയിക്കുന്നത്. തേനീച്ച കുത്തിയാൽ പോലും ഒരു എക്സ്പ്രഷൻ വരാത്ത നടിമാരും നടികളുമൊക്കെയാണ് ഇന്ന് അഭിനയിക്കുന്നത്. സ്വന്തം അപ്പനോ അമ്മയ്ക്കോ ചന്തയിൽ തഴമ്പുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും തഴമ്പുണ്ട് എന്ന് പറയുന്ന കുറേ നടന്മാരും നടിമാരുമൊക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. അവർ കഥ ആര് എടുത്താലും ആ കഥയൊക്കെ വാങ്ങി സ്വന്തം നിർമ്മാണ കമ്പനിയിൽ അവരുടെ ഇഷ്ടത്തിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വ്യക്തികളെ അവർ നിയമിച്ച് അവർ മാത്രം ലാഭം കൊയ്യുന്ന ഒരേർപ്പാടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതാണ് പൊളിച്ചെഴുതേണ്ടത്. കാരണം ഈ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അവരെ താലോലിക്കുന്ന, അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികളെ മാത്രമേ അവർ പങ്കെടുപ്പിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ തേരാപ്പാറ നടക്കും. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുന്ന ഒറ്റയാന്മാർക്കൊന്നും സിനിമകളും കിട്ടില്ല, നല്ല നല്ല കഥാപാത്രങ്ങളും കിട്ടില്ല. അതെടുക്കുവാൻ ശ്രമിച്ചാൽ തന്നെ ഒരുപാട് തടയിടപ്പെടലുകൾ അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകളൊക്കെ വന്ന് പാര വെച്ച് അതൊക്കെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് ഈ പ്രൊഡക്ഷൻ കമ്പനികൾ. ഇതൊക്കെയാണ് പൊളിച്ചെഴുതേണ്ടത്. കാരണം ആർക്കും എവിടെയും എങ്ങനെയും ഏതു തരത്തിലും അഭിനയിക്കാം എന്നുള്ളൊരു ഘട്ടമാണ് വരേണ്ടത്. ഇതിപ്പോൾ കഥാപാത്രത്തിന് വേണ്ടി നടനെ തിരഞ്ഞെടുക്കുന്ന രീതിയല്ല, നടന് വേണ്ടി കഥാപാത്രത്തെയും കഥയും ഉണ്ടാക്കുന്ന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പാട്ടെഴുതുന്നു. അതുകൊണ്ടാണ് പലരും പാട്ടെഴുത്ത് നിർത്തി, സംഗീത സംവിധാനം നിർത്തി, സംവിധാനം നിർത്തി. ഇതിനൊക്കെ കാരണം എന്താകും? കാരണം
ഒരു നടനു വേണ്ടി ഒരു കഥാപാത്രം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്തോ വലിയ അവഹേളനമാണ്. ഒരു കഥാപാത്രത്തിന് വേണ്ടി അതിന് യോജിച്ച ഒരു നടനോ അല്ലെങ്കിൽ നടിയോ ആണ് ഉണ്ടാവേണ്ടത്. അതിന് യോജിച്ച സിറ്റുവേഷൻസാണ് ഉണ്ടാവേണ്ടത്. അതിന് യോജിച്ച ഗാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതിന് യോജിച്ച ഈണമാണ് ഉണ്ടാവേണ്ടത്. അതിന് യോജിച്ച സിനിമാറ്റോഗ്രാഫിയും പാശ്ചാത്തല സംഗീതവുമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ അതിന് നേരെ വിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിൻ്റെയൊക്കെ കുഴപ്പമാണ് ഇതിനുള്ളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് മേൽക്കൈ നേടാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എതിർത്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ ചൂഷണം ചെയ്യുക, അവരെയൊക്കെ അടിച്ചു താഴ്ത്തുക. അപ്പോൾ ഇത്തരം രീതിയിലുള്ള പരാതികളൊക്കെ വരുന്നു. ആ പരാതികളൊക്കെ ഇപ്പോൾ വീണ്ടും ചവറ്റുകൊട്ടയിൽ ഇരിക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. പരാതിപ്പെട്ടാൽ മാത്രമേ കേസെടുക്കൂ. ഒരു പരാതിയുമില്ലാതെ എത്രയോ കേസുകൾ ഇവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുവാനുള്ള അധികാരവും സുപ്രീം കോടതി ഇട്ടുകൊടുത്തിട്ടുണ്ട്. എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എപ്പോൾ നടക്കുന്നു എന്നതുപോലും അന്വേഷിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമം സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുണ്ട്. അതൊന്നും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിക്കോ നിയമമന്ത്രിക്കോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിക്കോ അറിയില്ല എന്ന് പറയുന്നത് എത്രയോ വലിയ അവഹേളനമാണ്. ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് നമ്മുടെ മന്ത്രി. ഇവരോടൊക്കെ ഒന്നും തന്നെ പറയാനില്ല. ഏതായാലും നടീനടന്മാരൊക്കെ ഒരു തുള്ളി പോലും ചങ്കൂറ്റമില്ലാത്ത വാഴപ്പിണ്ടി നട്ടല്ലാക്കിയ പ്രഹസനമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ചു, ഇവരുടെ ഒന്നും സിനിമകൾ ഞാനിനി കാശ് മുടക്കി ഏതായാലും തിയേറ്ററിൽ പോയി കണ്ട് ഇവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കില്ല. ഇതിനുള്ളിലുള്ള പുഴുക്കുത്തുകളെ ഏത് വ്യക്തികൾ കൈ ചൂണ്ടി കാണിച്ചു തരുന്നോ അവരുടെ സിനിമകൾ മാത്രമേ ഇനി കാണുകയുള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങൾ ഒരുപാട് പേർ പലതരത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടാകാം. ഒന്നുകിൽ അത് പുറത്തറിയാതെ വളരെ രമ്യതയിൽ കൊണ്ടു നടക്കുവാൻ പഠിക്കണം. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളുടെ നിജസ്ഥിതി കൃത്യമായി കണ്ടുപിടിച്ച് അതിൻ്റെ പ്രത്യാഘാതം നേരിടാൻ അവർ തയ്യാറാകണം. അതാണ് കലാകാരൻ എന്ന് പറയുന്നത്. അല്ലാത്തവരൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെറും ഊളകൾ എന്ന് പറയേണ്ടി വരും. മറ്റൊന്നും പറയാനില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.